ആദരണീയനായ സുഹൃത്ത് ജയശീലൻ മാഷ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശിവകുമാർ, സദസ്സിലുള്ളവരും കുറേ പേർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്, പല കാലങ്ങളിലുള്ള സൗഹൃദമുള്ളവരാണ്. അപ്പം എല്ലാവർക്കും നമസ്കാരം. രണ്ട് സന്തോഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നിങ്ങോട്ട് വന്നത്. ശിവകുമാർ വിളിച്ചപ്പോൾ വാസ്തവത്തിൽ ഇന്ന് മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട്. പക്ഷെ പി ഭാസ്കരനാണ്, ചിറ്റൂരാണ്. ഇത് രണ്ടും ഒരു പ്രലോഭനമായി. അതുകൊണ്ട് ആ പരിപാടി ഞാൻ 14-ാം തീയതിക്ക് മാറ്റിച്ചു. അങ്ങനെയാണ് ഇന്ന് ഇങ്ങോട്ട് വന്നത്. ചിറ്റൂർ എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു സ്ഥലമാണ്. നേരത്തെ ജയശീലൻ മാഷ് പറഞ്ഞ നിളയുടെ തീരങ്ങളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട് ചിറ്റൂർ പുഴയുടെ തീരത്ത്, ശോകനാശിനി തീരത്ത് അക്കാലത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ ചിറ്റൂർ മഠം, തുഞ്ചൻ മഠത്തിൽ വന്നിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ അന്ന് സഞ്ചരിച്ചിരുന്നു. അന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് നിളയുടെ തീരത്തെ ഓരോ കൈവഴികളിലും. അപ്പോൾ ശോകനാശിനി തീരം അന്ന് വല്ലാതെ പ്രലോഭിപ്പിച്ച സ്ഥലമാണ്. അന്ന് പിന്നെ ചിറ്റൂർ മഠത്തിൽ ശശിമാഷ് ഉണ്ടായിരുന്നു, ചിറ്റൂർ കോളേജിലെ. ശശിമാഷ് മരിച്ചുപോയി. ശശിമാഷും നിരഞ്ജനും ഒക്കെ വിളിച്ച് ഒരിക്കൽ ഒരു തുഞ്ചത്ത് ആചാര്യൻ രാമകൃഷ്ണനുണ്ടായിരുന്നു ആ സമയത്തെന്ന് തോന്നുന്നു, അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ജയപാലമേനോൻ, എത്രയോ വർഷങ്ങളിലൊരു സൗഹൃദം ജയപാലമേനോനുമായിട്ടുണ്ടായിരുന്നു. സുഖമില്ലാതിരിക്കുന്നു അല്ലേ? ജയപാലമേനോൻ വിളിച്ച് പലതവണ. അദ്ദേഹം ഒരു മാഗസിൻ നടത്തിയിരുന്നു ആ കാലത്ത്. ഇവിടുന്ന് ഒരു വലിയ ത്രൈമാസികം പോലെ ഒരു മാസിക നടത്തിയിരുന്നു. അതിൽ എഴുതുകയും അതിൻ്റെ പ്രവർത്തനത്തിൽ ബന്ധപ്പെടുകയും. ഷഡാനനൻ ആനിക്കത്ത് എന്ന കുട്ടേട്ടൻ തത്തമംഗലത്ത് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ വന്നിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ചിറ്റൂരുമായി ബന്ധപ്പെട്ട് മനസ്സിലുണ്ട്. കെ വിശ്വം, കന്യാർകളിയായിട്ട് ബന്ധപ്പെട്ട വിശ്വേട്ടൻ, പള്ളിയിൽ തറവാട്ടിലും പല കാലങ്ങളിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഒരിക്കൽ നിളാതീരത്തെക്കുറിച്ചുള്ള ആ പുസ്തകം ഒരു ഡോക്യുമെൻ്ററി പരമ്പരയാക്കിയപ്പോൾ പി ലീലച്ചേച്ചിയുടെ വീട്ടിൽ പുറയത്ത് വന്നിരുന്നു. അന്ന് അവരുടെ സഹോദരനുണ്ട്. 2 ദിവസം ഞാൻ അവിടെ ചെലവഴിച്ചിരുന്നു. അങ്ങനെ ഈ ചിറ്റൂരിൻ്റെ ഒരു സംഗീത പശ്ചാത്തലം, സാഹിത്യ പശ്ചാത്തലം, സംസ്കാര പശ്ചാത്തലം, എനിക്ക് ചില ഇഷ്ടങ്ങളാണ്. ഈ നിളാതീരത്തെ എല്ലാ പ്രദേശങ്ങളോടുള്ള ഇഷ്ടത്തിൽ പാലക്കാടിനോട് സവിശേഷമായ ഇഷ്ടം, ചിറ്റൂരിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഇഷ്ടമാണ് ഒരു പ്രേരണ ഇങ്ങോട്ട് വരാൻ. പിന്നെ ഒന്ന്, പാലക്കാടിൻ്റെ വലിയ സംഗീത പാരമ്പര്യം. ജലീലൊക്കെ ഇവിടെ ഇരിക്കുന്നു. ജലീൽ, ഞങ്ങൾ പൊന്നാനിക്കാരാണ് അടിസ്ഥാനപരമായിട്ട്. ഈ പൊന്നാനിക്കാരൊക്കെ പാലക്കാട്ടേക്ക് പോകുന്നവരാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ അവിടെയായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ അവിടുന്ന് ഓടിച്ചതാണ്. അവിടുന്ന് ഓടിച്ച് അഭയം കൊടുത്തത് പാലക്കാട്ടുകാർ. അപ്പം അവിടുന്ന് ഓടേണ്ടി വന്നാൽ അഭയം കിട്ടുന്നൊരു സ്ഥലമാണ് പാലക്കാട് എന്നൊരു വിശ്വാസമുണ്ട്. അവിടുന്ന് ഓടി വന്നവരൊക്കെ ഇവിടെയാണ് തങ്ങിയിട്ടുള്ളത്. ജലീൽ അങ്ങനെ ഓടി വന്നതല്ല, ജലീൽ ഇവിടെ സ്ഥിരമായിട്ട് കൂടിയതാണ്. അവിടെ വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാലക്കാടും പൊന്നാനിയും തമ്മിലൊരു ഈ നിളാതീര സംസ്കൃതിയുടെ ലാൻഡ് പോർട്ടും മറ്റത് സീ പോർട്ടുമാണ്. അങ്ങനെ പറയാൻ തോന്നുന്നു. ഒരു പുതിയ ലാൻഡ് പോർട്ട് ആൻഡ് സീ പോർട്ട്. ഇത് ലാൻഡ് പോർട്ടാണ്. 45 നാഴിക വീതിയുള്ള ഈ ചുരമാണ് നിളാതീര സംസ്കൃതിയുടെ കരമുഖം അല്ലേ? ലാൻഡ് പോർട്ടിന് വേറൊരു മലയാളം പറയില്ല, കരമുഖമാണ്. മറ്റത് തുറമുഖമാണ് പൊന്നാനി. അപ്പോൾ ലാൻഡ് പോർട്ട് ടു സീ പോർട്ട് ഒരു വലിയ സംസ്കൃതിയുടെ യാത്രയുണ്ട്. ഇവിടെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, മഞ്ഞപ്രയിൽ MD രാമനാഥൻ, കൽപ്പാത്തി രാമഭാഗവതർ, രാമനാഥ ഭാഗവതർ, പാലക്കാട് മണിയയ്യർ, പാലക്കാട്ട് രഘു, പാലക്കാട്ട് KV നാരായണസ്വാമി അല്ലേ? എന്തൊരു വലിയ സംഗീത സംസ്കൃതിയാണ് പാലക്കാടിനുള്ളത്. അപ്പം അങ്ങനെ സമ്പന്നമായ ചിറ്റൂരിൽ നിങ്ങൾ പി ഭാസ്കരനെ ഓർക്കുന്നു, പി ഭാസ്കരൻ്റെ പാട്ടുകൾ പങ്കുവയ്ക്കുന്നു. തീർച്ചയായും അതിൽ വന്ന് നിങ്ങളുടെ കൂടെ ചേരുക. ഞാനൊരു പ്രഭാഷണമൊന്നും നടത്തുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരനാണ്. എനിക്ക് ആചാര്യസ്ഥാനീയനായി ഞാൻ കണക്കാക്കി പോരുന്ന ഒരാളാണ് പി ഭാസ്കരൻ. കവി എന്ന നിലയ്ക്കും പോരാളി എന്ന നിലയ്ക്കും പല മേഖലകൾ, ബഹുമുഖ പ്രതിഭയാണ്. കേരളത്തിലെ ആദ്യത്തെ ബ്രോഡ്കാസ്റ്റിംഗ് പ്രക്ഷേപണ കലയുടെ തുടക്കക്കാരിൽ ഒരാളാണ്. റേഡിയോ തുടങ്ങിയ കാലത്ത് റേഡിയോയിൽ അദ്ദേഹമുണ്ട്. സംപ്രേഷണ കലയുടെ തുടക്കക്കാരിൽ ഒരാളാണ്. അതായത് ടെലിവിഷൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു സ്വകാര്യ ചാനലായ ഏഷ്യാനെറ്റിൻ്റെ MD ആയിരുന്നു അദ്ദേഹം. സിനിമ, ദൃശ്യകലയായ സിനിമ തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം നീലക്കുയിലാണ്. ഭാസ്കരൻ്റെ സിനിമയാണ്. പി ഭാസ്കരൻ മാഷ് സംവിധായകനായിരുന്നു, നിർമ്മാതാവായിരുന്നു, അഭിനേതാവായിരുന്നു, ഗാനരചയിതാവായിരുന്നു, നാടകപ്രവർത്തകനായിരുന്നു, പ്രക്ഷേപകനായിരുന്നു, സംപ്രേക്ഷകനായിരുന്നു.
കഴിഞ്ഞ നൂറ്റാണ്ടിൽ കലയുടെ സർവമുഖ മേഖലകളിലും ഒരുപോലെ പ്രതിഭ തെളിയിച്ച ഒരാളാണ്. അതിലൊക്കെ ഉപരിയായി അദ്ദേഹം വലിയ വിപ്ലവകാരിയായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം പുന്നപ്ര വയലാർ സമരം നടക്കുന്ന കാലത്ത് മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയാണ് ഭാസ്കരൻ. അവിടെ നിന്ന് പുന്നപ്രയിൽ രക്തസാക്ഷികളുടെ ചോര വറ്റിയിട്ടില്ലാത്ത മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് വയലാർ ഗർജിക്കുന്നു എന്ന അതിപ്രശസ്തമായ കേരളത്തിൻ്റെ വിപ്ലവ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാവ്യമാണ് വയലാർ ഗർജിക്കുന്നു. ഇത് ഭാസ്കരൻ എഴുതിയതാണെന്ന് പലർക്കും അറിയില്ലേ. വയലാർ ഗർജിക്കുന്നു ഈയിടെ ഒരു ക്വിസ് മത്സരത്തിൽ കുട്ടികളോട് ചോദിച്ചു, വയലാർ ഗർജിക്കുന്നു എന്ന കാവ്യം എഴുതിയതാരാണ്? 3 ചോയ്സ് കൊടുത്തിരുന്നു: വയലാർ രാമവർമ്മ, വയലാർ രവി, പി ഭാസ്കരൻ. ഞങ്ങൾ വയലാർ രാമവർമ്മ എന്ന് എഴുതുമെന്നാണ് വിചാരിച്ചത്. അബദ്ധത്തിൽ വരാൻ സാധ്യതയുണ്ട്. 90% കുട്ടികളും വയലാർ രവി എന്നാണ് എഴുതിയത്. അപ്പം അതിൽ വിഷമം പറയാൻ വയ്യ, ഒരു സന്തോഷമുണ്ടായി. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, കോൺഗ്രസ്സുകാരൊന്നും ഓർക്കാറില്ല. അപ്പോൾ ആ കുട്ടികൾ അങ്ങനെയെങ്കിലും ഓർത്തല്ലോ വയലാർ രവിയെ. പക്ഷേ പി ഭാസ്കരൻ ഒരു കുട്ടി എഴുതിയില്ല. വയലാർ ഗർജിക്കുന്നു ഭാസ്കരൻ്റെ കവിതയാണ്. ഉയരും ഞാൻ നാടാകപ്പടരും ഞാനൊരു പുത്തനുയർ നാടിനേകിക്കൊണ്ടുയരും വീണ്ടും. ആദ്യം കേരളം കേട്ട ഏറ്റവും തീക്ഷ്ണമായ വിപ്ലവ ശബ്ദമാണത്. വയലാർ ഇന്നൊരു കൊച്ചു ഗ്രാമമല്ല, ആർക്കുമേ വില കാണാനാവാത്ത കാവ്യമത്രേ. കേരളത്തിലെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇടതുപക്ഷ രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ നേതാക്കളിലൊരാളാണ്, തുടക്കക്കാരിലൊരാളാണ്. അന്തിക്കാട്ട് ചെത്തൊഴിലാളി സമരത്തിൻ്റെ മുൻനിര നായകനായിരുന്നു. ജോർജ് ചടയമുറിയോടൊപ്പം അന്തിക്കാട്ട് സമരം നയിച്ച ആളാണ്. വെറുതെ നടക്കുകയില്ല, സമരം നയിച്ച ആളാണ്. നിങ്ങൾ ജോർജ് ചടയമുറി എന്ന പേരിൽ ഭാസ്കരൻ മാസ്റ്റർ ഒരു കവിതയുണ്ട്. അതിൽ പറയുന്നുണ്ട്: വിശപ്പ് തിന്നേൻ, വീട് വെടിഞ്ഞേൻ, ഉറ്റവരുടയവരെല്ലാം നിറഞ്ഞ കണ്ണായി നോക്കിയിരിക്കെ നാട് മുഴുക്കെ അലഞ്ഞേൻ, ചെരുപ്പ് വാങ്ങാൻ കാശില്ലാതെ പൊള്ളും കാലിൽ നടന്നേൻ, കിടക്കുവാനൊരു പായില്ലാതെ ലോക്കപ്പ് മുറിയിൽ ഇരുന്നേൻ. ലോക്കപ്പ് മുറിയിൽ ഇരുന്ന് ആ ഒരു യൗവനം തുടങ്ങുന്ന കാലത്താണ്. അത്ര തീക്ഷ്ണ അനുഭവങ്ങൾ കടന്നുപോയി. അതിൽ ജോർജ് ചടയമുറി പറയുന്നുണ്ട്, CID മാരെ പേടിച്ച് ഏനാമാവ് പെരിങ്ങോട്ടുകാർ റോട്ടിലൂടെ പാതിരാത്രിക്ക് CID മാരുടെ കണ്ണ് വെട്ടിച്ച് പോവുകയാണ്. നടന്ന് ഭാസ്കരന് വയ്യാതെ ചടയമുറി കുതിരയെ പോലെ നടക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നു പോയി ഭാസ്കരൻ. അപ്പോൾ ചടയമുറി പറയുന്നുണ്ട്, തനിക്ക് വയ്യെന്നാകിലിരിക്കൂ, ഞാൻ തനിയെ പോയിക്കൊള്ളാം, പിടിക്കയാണെന്നാൽ ആ വിവരം DC-യിൽ അറിയിച്ചേക്കൂ. CID മാർ പിടിച്ചാൽ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിൽ വിവരം പറഞ്ഞാൽ മതി. ഇതൊക്കെ ഭാസ്കരൻ്റെ കവിതയാണ്. ഭാസ്കരനാണ് ആദ്യത്തെ അതിപ്രശസ്തമായ പ്രണയ ഓട്ടോഗ്രാഫ് ആയ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിത. ആരെങ്കിലും ഓർക്കാറുണ്ടോ ഇതിപ്പോൾ? ഓർക്കുക വല്ലപ്പോഴും. യാത്രയാക്കുന്നു സഖി നിന്നെ ഞാൻ, വരികൾ മറന്നുപോയി, നേർത്ത പട്ടുനൂൽ ചിതറും പദത്തോടെ, വാക്കിന് വിലപ്പിടിപ്പേറും ഈ സന്ദർഭത്തിൽ പറയുന്ന വാക്കാണ് ഓർക്കുക വല്ലപ്പോഴും. അങ്ങനെ എത്രയോ കവിതകൾ ആ കാലത്ത് ഭാസ്കരൻ എഴുതി. പിന്നെയാണ് സിനിമയിലേക്ക് വരുന്നത്, നാടകങ്ങളിലേക്കൊക്കെ വരുന്നത്. ഇപ്പോൾ പാട്ടുകെഴുത്തുകാരൻ എന്നതിലുപരി കവിയായിരുന്നു. മാ മഹർഷേ എന്നൊരു കവിതയുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ല വേണ്ടി. പക്ഷേ മാ നിഷാദ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കാട്ടാളൻ പക്ഷിയെ അമ്പ ചെയ്തപ്പോൾ അരുതേ കാട്ടാള എന്ന് പറഞ്ഞത് നമ്മൾ വലിയ കാരുണ്യത്തിൻ്റെ വാക്കായിട്ട് പറയാറ്. ഭാസ്കര മാഷ് തിരിച്ചാണ് പറഞ്ഞത്. മഹർഷിക്ക് അങ്ങനെ പറയാം. എൻ്റെ വീട്ടിൽ കുട്ടികൾ പട്ടിണി കിടന്ന് നിലവിളിക്കുമ്പോഴാണ് ഞാൻ ഈ കിളിയെ അമ്പയാൻ വന്നത്. എൻ്റെ ഭക്ഷണമാണ് മഹർഷി നിഷേധിച്ച്, പാവപ്പെട്ടവൻ്റെ ഭക്ഷണം നിഷേധിച്ച് മഹർഷിയായിട്ടിരുന്നിട്ട് മാനിഷാദ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മാ മഹർഷേ ഇന്ന് വളരെ പ്രസക്തമാണ്. മാ മഹർഷേ എന്ന കവിത ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. അപ്പം അങ്ങനെ കവിത എഴുതി തഴക്കം വന്ന കൈകളുമായിട്ടാണ് ഭാസ്കരൻ മാഷ് പാട്ട് എഴുതാൻ വരുന്നത്. അന്ന് ഭാസ്കരൻ മാഷ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവർക്കും പാടാൻ പാട്ടുകൾ ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. അന്ന് മലയാളികൾക്ക് എല്ലാവർക്കും പാടാൻ, ഇപ്പോൾ ശിവകുമാർ പറഞ്ഞില്ലേ, ഏതാ ചെറുപ്പക്കാരൻ പറഞ്ഞതെന്നറിയില്ല, മലയാളികളുടെ ആൽബമല്ല ഭാസ്കരൻ എന്ന് പറഞ്ഞതിന് ഒരു ഉത്തരമാണ്. മലയാളികൾക്ക് സംഗീത ആൽബം ഉണ്ടായിരുന്നില്ല, പാട്ടേ ഉണ്ടായിരുന്നില്ല. മലയാളികളുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ട്, പുലയപ്പാട്ട്, ചെറുമപ്പാട്ട്, പുള്ളുവപ്പാട്ട്, ബ്രാഹ്മണിപ്പാട്ട്, കുറത്തിപ്പാട്ട്, ഈ പാട്ടുകളൊക്കെ ജാതി തിരിച്ച പാട്ടുകളായിരുന്നു. ഒരു നമ്പൂതിരി മാപ്പിളപ്പാട്ട് പാടില്ല, മാപ്പിളപ്പാട്ട് കേട്ടിട്ടുണ്ടാവില്ല. ഒരു നായർ കുറത്തിപ്പാട്ട് പാടില്ല, ഒരു ഈഴവൻ പുള്ളുവപ്പാട്ട് പാടില്ല, പുള്ളുവൻ കുറത്തിപ്പാട്ട് പാടില്ല, കുറവൻ പുള്ളുവപ്പാട്ട് പാടില്ല. ഈ ജാതി തിരിച്ച് മനുഷ്യരെ ഒന്നിപ്പിക്കേണ്ട സംഗീതം പോലും തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും കേട്ടുകൂടായ്മയും. ഒരു പാട്ട് കേൾക്കാൻ പാടില്ല. മാപ്പിളപ്പാട്ടൊന്നും നമ്പൂതിരി കേൾക്കില്ല. ഏതുവരെ? 54 വരെയെങ്കിലും. 54-ലാണ് എല്ലാവരും പാടുന്നൊരു മാപ്പിളപ്പാട്ടുണ്ടായത്. ആ പാട്ട് എഴുതിയത് പി ഭാസ്കരനാണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടി
കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. എല്ലാ മനുഷ്യരും ജാതിഭേദമില്ലാതെ ഏറ്റുപാടിയ ഒരു മാപ്പിളപ്പാട്ടാണ്. അപ്പോൾ ഒരു കാര്യം, തൊട്ടുകൂടായ്മ പാട്ടിൽ നിന്ന് ആദ്യം നീക്കിയത് പി ഭാസ്കരനാണ്. ഭാസ്കരൻ്റെ പാട്ട് അതിനുശേഷം അതൊരു മനോഹരമായ പാട്ടാണ് കേട്ടോ, വെറും മാപ്പിളപ്പാട്ടല്ല. വമ്പഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. കാളിദാസൻ പോലും ഇങ്ങനെ ഉപമ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കാമുകൻ്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് കാമുകിയുടെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് കാമുകൻ്റെ ഞരമ്പുകളൊക്കെ കമ്പൊടിഞ്ഞ ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞ് നാശകോശമായിട്ട് കിടക്കുകയാണ്. എന്നിട്ടും കാമുകൻ വളരെ വളരെ സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്, വേറെയാണ് വിചാരമെങ്കിൽ നേരമായി അത് ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. പ്രണയത്തിൻ്റെ ജനാധിപത്യം ആദ്യം ഉദ്ഘാടനം ചെയ്തത് ഭാസ്കരനാണ്. നിൻ്റെ മനസ്സിൽ വേറെ ആളാണെങ്കിൽ അത് എന്നോട് പറയണം, ഞാൻ വെറുതെ കയ്യിലും കുത്തി നടക്കണ്ടല്ലോ. വളരെ ന്യായമായൊരു ജനാധിപത്യമല്ലേ. നിൻ്റെ മനസ്സിൽ ഞാനല്ലെങ്കിൽ നിന്നെ ഞാൻ കുത്തിക്കൊല്ലും എന്നാണ് ഏറ്റവും പുതിയ ആൽബം പഠിപ്പിക്കുന്നത്. നിൻ്റെ മനസ്സിൽ ഞാനില്ലെങ്കിൽ നീ ആരുടെ മനസ്സിലും വേണ്ട അല്ലെ. പ്രേമക്കത്തല്ല, പ്രേമക്കുത്താണ് ഇന്ന് കേരളത്തിൽ സാർവത്രികമായിരിക്കുന്ന. എത്രയോ കാമുകന്മാർ കാമുകി പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ കുത്തിക്കൊന്നു. പക്ഷേ ഞാൻ കയ്യിലും കുത്തി നടക്കുന്നില്ല, നീ വേറെ ആളെ സ്വീകരിച്ചോ എന്ന് പറയലാണ് പ്രണയത്തിൻ്റെ ജനാധിപത്യം. അപ്പം സമരത്തിൻ്റെ ജനാധിപത്യം, പ്രണയത്തിൻ്റെ ജനാധിപത്യം, മാനവികതയുടെ ജനാധിപത്യം എന്നിവയൊക്കെ ആധുനിക മലയാളിക്ക് ഉണ്ടാക്കി തന്ന യുഗസ്രഷ്ടാവായ ഒരു കവിയുടെ പേരാണ് പി ഭാസ്കരൻ. ചെറിയ ആളല്ല, ഒരു യുഗം സൃഷ്ടിച്ച ആളാണ്. അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ കാണണം. ഞാനിത് പറയുന്നത് അതിശയോക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. കാരണം നിങ്ങൾ തിരിച്ചു അതിനു മുമ്പില്ല, എല്ലാവർക്കും പാടാൻ പാട്ടില്ല. അത് ആ സിനിമ നീലക്കുയിലൊരു പ്രധാനപ്പെട്ട സിനിമയാണ്. പ്രണയത്തെ ജനാധിപത്യവൽക്കരിക്കുക. ഒരു സവർണ ജാതിക്കാരൻ അവർണ പെണ്ണിനെ പ്രേമിക്കുന്നു. അതിനു മുമ്പ് അങ്ങനത്തെ ഒരു പ്രമേയമില്ല. ആ പ്രമേയം നോവലിൽ വന്നിട്ടുണ്ടാവും, സിനിമയിൽ ആദ്യം വരികയാണ്. സവർണൻ അവിടെ ചതിച്ചു എന്നുള്ളത് ശരിയെങ്കിലും അതിലാണ് ഒരു അവർണ പെൺകുട്ടിക്ക് പ്രേമമുണ്ടാകുമ്പോൾ എന്ത് ഭാവനയാണ് ഉണ്ടാവുക. ആ ഭാവന ഉണ്ടാക്കുന്നത് ഭാസ്കരൻ മാഷാണ്. എന്തിന് നോക്കണ് ചന്ദിരാ നീ ഞങ്ങളെ, അയ്യാ ചന്ദിരാ നീ ഞങ്ങളെ. ഞാനില്ലാമേ പോട്ട് കല്യാണ ചെക്കനുണ്ട്, താഴെ കല്യാണ ചെക്കനുണ്ട്. വട്ടോർമ്മയില്ലേ അല്ലേ? ഒരു ചന്ദ്രൻ വന്ന് വിളിച്ചാലും ഞാൻ മേപ്പോട്ട് വരില്ല, സ്വർഗം വിളിച്ചാലും ഞാൻ മേപ്പോട്ട് വരില്ല, എനിക്കൊരു പ്രണയമുണ്ട് എന്നൊരു കീഴാളപ്പെണ്ണിനെ കൊണ്ട് ആദ്യം പ്രഖ്യാപിപ്പിച്ചത് പി ഭാസ്കരനാണ്. അതിനു മുമ്പ് അങ്ങനത്തെ ഒരു പ്രണയ സങ്കല്പം നമ്മുടെ ജനകീയ കലകളിലില്ല. നോവലിലൊക്കെ ഒരു പക്ഷെ വന്നു കാണും, രണ്ടിടം കഴി തൊട്ട് തന്നെ നോവലിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ജനകീയ കലകളിലേക്ക് കീഴാളർക്കും മാപ്പിളമാർക്കും ക്രിസ്ത്യാനിയും എല്ലാവർക്കും പ്രാതിനിധ്യമുണ്ട്. മലമൂട്ടിൽ നിന്നൊരു മാപ്പിള, മാലാഖ പോലൊരു പെൺപിള, ഇളങ്കാറ്റടിച്ച നേരം അവർ മുളങ്കാട്ടിൽ വെച്ച് കണ്ടു. അത് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലെ പാട്ടാണ്. വള്ളുവനാടിലെ നായർ സമുദായത്തിൻ്റെ കഥകളാണ് എം ടി വാസുദേവൻ നായർ അധികം എഴുതിയത്. എം ടിയുടെ മിക്കവാറും സിനിമകൾക്ക് പാട്ട് എഴുതിയത് ആ കാലത്ത് പി ഭാസ്കരനാണ്. നഗരമേ നന്ദി തൊട്ട് ഓളവും തീരവും ആ കാലത്ത് വന്ന മിക്കവാറും എം ടി സിനിമകൾക്കൊക്കെ ഭാസ്കരൻ മാഷാണ് പാട്ട് എഴുതിയിട്ടുള്ളത്. മറ്റേ മുറപ്പെണ്ണ് തൊട്ടുള്ള എല്ലാ സിനിമകൾക്കും. ഒരുപക്ഷെ വള്ളുവനാടൻ കുടുംബങ്ങളിലെ, നായർ തറവാടുകളിലെ, മരുമക്കത്തായ കൂട്ടുകുടുംബ വ്യവസ്ഥകളിലെ പെൺകുട്ടികളെ സംബന്ധിച്ച് അമ്മാവൻ്റെ മകൻ വിരുന്നുകാരനാണ്, മുറച്ചെറുക്കനുമാണ്. അപ്പോൾ ഈ വിരുന്നുകാരൻ എന്ന് മാഷ എല്ലാ പാട്ടിലും വരുന്നത് ഈ മുറച്ചെറുക്കൻ എന്ന അർത്ഥമല്ല. മാഷ പാട്ടിൽ മാത്രമേ ഇത് കാണുള്ളൂ. ഇന്നിപ്പം വിരുന്നുകാരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഈ നഗരമേ നന്ദിക്ക് വേണ്ടി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ട് നിങ്ങൾക്കറിയുന്ന പാട്ടാണ്. താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ. അതെ, അത് എഴുതി കഴിഞ്ഞിട്ട് ഭാസ്കരൻ മാഷ് എം ടിയോട് ചോദിച്ചു, വാസുവിന് ഈ താന്നിയൂർ എവിടെയാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ എം ടി കൈ മലർത്തി. എം ടിക്ക് പരിചയമില്ല. വാസുവിൻ്റെ അടുത്തൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം എം ടിക്ക് ഓർമ്മയില്ല. അപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ താന്നിക്കുന്ന് കണ്ടില്ല. എം ടിയുടെ എല്ലാ കഥകളിലും താന്നിക്കുന്നുണ്ടാവും. എം ടിയുടെ നാടിൻ്റെ പേര് കൂടല്ലൂർ എന്നാണ്. അപ്പോൾ താന്നിക്കുന്നിലെ താന്നിയും കൂടല്ലൂരിലെ ഊരും എടുത്ത് ഭാസ്കരൻ മാഷ് ഒരു സ്വന്തം രാജ്യം ഉണ്ടാക്കിയതാണ് താന്നിയൂർ. നമുക്ക് ഒരു കൃതിയിൽ നിന്ന് ഒരു എം ടി ഉണ്ടാക്കിയ ഒരു സാഹിത്യ ലോകത്ത് നിന്ന് ഒരു പുതുദേശത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതിലെ സങ്കല്പം ഒരു വള്ളുവനാട് നായർ പെൺകുട്ടിയുടെ സ്വപ്നമാണ്. അതിൽ ഈ കായലരികത്ത് പോലത്തെ വരികളല്ലല്ലോ ഉള്ളത്. എള്ളെണ്ണ മണം വീശും എന്നോടെ മുടിക്കെട്ടിൽ മുല്ല
വിരുന്നുകാരാ. ധനുമാസം പൂക്കൈത മലർ ചൂടി വരുമ്പോൾ ഞാൻ അങ്ങയെ കീനാവു കണ്ട് കൊതിച്ചിരിക്കും. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ്. അല്ലേ ഈ സങ്കല്പം ഇതാ പാടിപ്പോകുന്നു. ഈ രാധാരമണിയൊക്കെ ഇരുന്ന് പാടുക. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ ഈ സങ്കല്പങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത് പാടുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ ഇത് ഭാസ്കര മാഷ് നിക്ഷേപിച്ചു പോയിരിക്കുക. യുഗദീർഘങ്ങളായ നിക്ഷേപമാണ്. മരിക്കുന്നതിൻ്റെ അവസാന നിമിഷവും ചിലപ്പോൾ ഈ പാട്ടുകളൊക്കെ നമ്മൾ ഓർക്കും. അങ്ങനെ അത്രമേൽ ഒരു തലമുറയുടെ, 2 തലമുറയുടെ, 3 തലമുറയുടെ വരെ ഹൃദയ നിക്ഷേപമായിട്ട് ആ പാട്ടുകൾ മാറി. ഇതുപോലെ എത്രയോ പാട്ടുകളുണ്ട്. ഇത് എഴുതിയ പാട്ട് മാഷല്ല, ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ഇലയിലേന്ന് എഴുതിയതല്ലേ. അത് വേറൊരു സംസ്കാരമല്ലേ, മാപ്പിളപ്പാട്ടിൻ്റെ സംസ്കാരമാണ്. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ. അത് വേറെ സംസ്കാരം. ചില പെണ്ണുങ്ങൾ വന്ന് പുത്തിലഞ്ഞി പൂക്കൾ കൊണ്ട് പതക്കങ്ങൾ അണിയിച്ചില്ലേ. കളിയാടും നേരത്ത് മറ്റാരും കാണാതെ കാനേത്ത് കഴിച്ചില്ലേ. ഇല്ല ജലീലെ, കാനേത്ത് കഴിക്കൽ ഒരു മേനോൻ എഴുതണമെങ്കിൽ അദ്ദേഹം സങ്കല്പിച്ച കുരുകുരു മച്ചം പെണ്ണുണ്ടോ, കുഞ്ഞാലി മച്ചം പെണ്ണുണ്ടോ, സാമസറക്ക പെണ്ണുണ്ടോ. ഇതൊരു പഴയ മാപ്പിളപ്പാട്ടിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഈ സാമസറക്ക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം. ഒരു പഴയ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു പ്രയോഗം അത്. കുരുകുരു മച്ചം പെണ്ണുണ്ടോ, കുഞ്ഞാലി മച്ചം പെണ്ണുണ്ടോ, ഒരു കുടുക്ക പൊന്ന് തരാം, പൊന്നാലുള്ളൊരു മിന്ന് തരാം, 1000 മിഷ്കാല് വേറെ തരാം. ഇതിൽ നിന്നറിയാവോ മിഷ്കാൽ എന്താണ് അറിയാമോ? അന്ന് 20 മിഷ്കാലാണ് ഈ മെഹറായിട്ട് കൊടുക്കുക. പെണ്ണിന് കൊടുക്കുന്നത് 20 മിഷ്കാലാണ്. മിഷ്കാൽ എന്ന് പറഞ്ഞാൽ അരപ്പവനോളം വരും. 20 മിഷ്കാൽ വലിയ സമ്പന്നന്മാർ കൊടുക്കുന്ന എന്താ പറയുക മെഹറാണ്. മെഹർ വെച്ചാൽ പുരുഷധനം, സ്ത്രീക്ക് പുരുഷൻ കൊടുക്കുന്നത്. അത് 1000 മിഷ്കാൽ തരാമെന്നാണ്. അത്ര വലിയ മെഹർ തരാമെന്നാണ് ഈ ഭാസ്കരമേനോൻ എഴുതുന്നത്. അന്ന് ഏറനാട്ടിലെ മുസ്ലിമിനോട് ചോദിച്ചാൽ പോലും ഇതിൻ്റെ സൂക്ഷ്മമായ അർത്ഥം കിട്ടില്ല. അത്ര സൂക്ഷ്മമായിട്ടാണ് ഭാസ്കര മാഷ് ഓരോ സമുദായത്തിൻ്റെയും ഓരോ സംസ്കാരത്തിൻ്റെയും കഥകൾ നടത്തിക്കൊണ്ടുവന്നു. ഒരു വിപ്ലവകാരിയായ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ ഇതൊക്കെ ഓരോ പാട്ടും എടുത്തു നോക്കൂ. അടിത്തട്ടിലെ ഇപ്പം ഇതെഴുതിയ ആളാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേൻ, പീലിച്ചുരുൾ മുടിയും നീലത്തിരൂടലും ഭാലത്തൊടു കുറിയും താണു തൊഴുന്നേൻ, കേശാദിപാദം തൊഴുന്നേൻ. ഒരു ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന് ഇത്രയും ഭക്തിയുള്ള കൃഷ്ണഭക്തി ഗാനം എഴുതാൻ പറ്റില്ല. അതാണ് ആ കാലത്തെ കവികളുടെ സവിശേഷത. അവരൊരു വികാരത്തെയും ഉപേക്ഷിച്ചില്ല. എല്ലാ മനുഷ്യവികാരങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിപ്പിച്ചു. ഗുരുവായൂരുള്ളൊരു കണ്ണനന്നൊരു ദിനം കരുമാടിക്കുട്ടൻ്റെ വേഷം കെട്ടി ഒരു കരുമാടിക്കുട്ടൻ്റെ. ആ പാട്ട് ഏത് കാലത്താണ്? അത് എം.ടി. പഴയ സിനിമയാണ്. അക്കാലത്തും ഈ വിപ്ലവകാരി ആയിരിക്കുമ്പോഴും എല്ലാ വികാരങ്ങളെയും, നാനാജാതി മതസ്ഥരായ മലയാളികളുടെ ഹൃദയവികാരങ്ങളെ മുഴുവൻ പാട്ടിലാക്കി. ഇത്രയേറെ മനുഷ്യവികാരങ്ങളെ പാട്ടിലാക്കിയ ഒരു പാട്ടെഴുത്തുകാരൻ വയലാർ പോലുമല്ല. വയലാർ അസാധാരണമായ പാട്ടെഴുത്തുകാരനാണ് കേട്ടോ, അത്ഭുത സൗന്ദര്യം സൃഷ്ടിച്ച ആളാണ്. പക്ഷെ ഇങ്ങനെ നാട്ടുമലയാളത്തിൽ പച്ച മലയാളമാണ്. ഇത് മനസ്സിലാവാൻ എന്താ ബുദ്ധിമുട്ട്? നാഴിയൂരി പാലുകൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. അതൊരു കണക്കിന് വലിയൊരു കമ്മ്യൂണിസമാണ് അല്ലേ? നാഴൂരി പാലുണ്ടെങ്കിൽ അതുകൊണ്ടും നാടാകെ കല്യാണം നടത്താം. അല്ലാതെ ഒരുപാട് കോർപ്പറേറ്റ് മുതലാളിമാരുടെ മൂലധനം സംഭരിച്ചിട്ട് വേണ്ട സോഷ്യലിസം കൊണ്ടുവരാൻ. നാഴൂരിയ ഉണ്ടെങ്കിലും അത് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് സോഷ്യലിസം കൊണ്ടുവരാം. 4-5 തുമ്പ കൊണ്ട് ഒരു പൊന്നോണം ഉണ്ടാക്കാം. ഇതും ആ കാലത്ത് മാഷ് പറഞ്ഞു. മാഷിങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പലതും പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം മാഷ് അക്കാലത്ത് മനുഷ്യന് വേണ്ടി ഉച്ചരിച്ച പല വാക്കുകളും
എല്ലാ സംസ്കൃതിയിൽ നിന്നും. ഒരുപക്ഷെ ജഗദ്ഗുരു ആദിശങ്കരനെ കുറിച്ച് ഏറ്റവും നല്ലൊരു സിനിമ എടുത്തത് ഈ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ശങ്കരാചാര്യരെക്കുറിച്ചുള്ള ആ സിനിമയിലാണ് അതിമനോഹരങ്ങളായ അനേകം പാട്ടുകളുള്ളത്. ത്രിപുരസുന്ദരി, ദർശനലഹരി, ത്രിഭുവന സൗന്ദര്യലഹരി, ആദികാരണകാരണി എന്നൊക്കെ തുടങ്ങുന്ന വേദാന്തത്തിൻ്റെ മറുകര കണ്ട ലോകങ്ങൾ സൃഷ്ടിച്ചതും ഈ വിപ്ലവകാരിയാണ്. ഇതാണ് ആ കാലത്ത് അദ്ദേഹം ചെയ്ത സേവനം. മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു വികാരവും മാഷ് വേണ്ടെന്ന് വെച്ചില്ല. നമ്മുടെ പാട്ടുകൾ നോക്കൂ, നമ്മൾ ജീവിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മലയാള ഭാഷയുടെയും കവിതയുടെയും പിതാവ് എഴുത്തച്ഛനാണെങ്കിൽ മലയാള ഗാനങ്ങളുടെ പിതാവ് പി ഭാസ്കരനാണ്. നമുക്ക് ഉറപ്പിച്ച് പറയാം, പാട്ടുകളുടെ പിതാവ് ഒരാൾ വേണമെങ്കിൽ അത് പി ഭാസ്കരനാണ്. പാട്ടുകളിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട ലോകങ്ങളെ, മാത്രമല്ല കേരളീയത എന്നൊരു സങ്കല്പം മലയാളത്തിൽ സ്ഥാപിച്ചത് വാസ്തവത്തിൽ ഭാസ്കരൻ മാഷാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കവിതയിലൂടെ നേരത്തെ ചെയ്തത് ചങ്ങമ്പുഴയുടെ കാൽപ്പനികതയെ പേശീബലം കൊണ്ട് ദൃഢീകരിച്ചു. ചങ്ങമ്പുഴ മലരൊളി ചിതറുന്ന മഴവിൽ കൊടിയുടെ മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതിയെങ്കിൽ ജീവരക്തത്തിൽ തൂലിക മുക്കിയിട്ടാണ് ഭാസ്കരൻ എഴുതിയത്. അതിനെ ദൃഢീകരിച്ചു, പേശീബലമുണ്ടാക്കി, ക്രിയാശേഷി ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ കേരളീയർക്ക്, മലയാളികൾ പുറത്തു പോയാൽ അന്ന് ഭാസ്കരൻ്റെ പാട്ട് കേട്ടിട്ടാണ് രോമാഞ്ചമണിഞ്ഞിരുന്നത്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കാടും തൊടികളും കനകനിലാവത്ത് കൈകൊട്ടിക്കളിക്കണ നാടുണ്ട്. അവിടെ ലഡാക്കിലും നേഫയിലും ഒക്കെ കിടക്കുന്ന പട്ടാളക്കാർ ഈ പാട്ട് വെച്ചിട്ടാണ് ജീവിച്ചത്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണക്കിളിക്കൂട് പോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്, നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്, ചമ്പയ്ക്കണ്ണുള്ള ചാട്ടുള്ളിക്കണ്ണുള്ള പെണ്ണുണ്ട്. ഇതൊക്കെ മലയാളി അതിനു മുമ്പ് കേൾക്കാത്ത കൽപ്പനകളാണ്. ഇതൊക്കെ മലയാളിക്ക് തന്നത് ഭാസ്കരനാണ്. ഇന്ന് കാണുന്ന ആധുനിക മലയാളിയെ, നമ്മുടെ തലമുറയെങ്കിലും, ഇതൊക്കെ കുട്ടികൾ പറയുന്നത് തന്ത വൈബ് എന്നാണ് കേട്ടോ. ഇപ്പോൾ ഇതിനൊക്കെ കുട്ടികൾ ജശീല പക്ഷേ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു തന്ത വൈബാണ്. വയസ്സന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ലാതെ, അല്ലെ മോൻ അവിടെ ഇരിപ്പുണ്ട്, മോനെ ഇത് തന്ത വൈബായിട്ട് തോന്നുന്നുണ്ടോ? കുട്ടികളെ ഈ വൈബടക്കി കേൾപ്പിക്കണം. കാരണം മലയാളിയാക്കിയത്, ഏത് നാട്ടിലേക്കും പോകാവുന്ന വിശ്വപൗരത്വം മലയാളിക്ക് സമ്മാനിച്ചത് അരനൂറ്റാണ്ട് കൊണ്ട് ഭാസ്കരൻ എഴുതി തന്ന സങ്കല്പമാണ്. ഒരു വിശ്വപൗരത്വത്തിലേക്ക് മലയാളി അത്ര മോശക്കാരനല്ല എന്നാണ്. എന്തൊക്കെ ഈ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ കേരളത്തിലെ എല്ലാ നാടുകളെക്കുറിച്ചും അവസാനം എഴുതിയൊരു പാട്ടുണ്ട്, 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. അതിൽ വില്വാദ്രിനാഥൻ പള്ളി ഉണരുമ്പോൾ പഞ്ചമിച്ചന്ദ്രന് പാലൂട്ട്. വില്വാദ്രി തിരുവില്ലാമലയാണ്. കല്യാണപ്പെണ്ണിനും ചെക്കനും വന്ന് കിള്ളിക്കുരിശിയിൽ വരവേൽക്ക് അല്ലേ. കുറേ സ്ഥലങ്ങളുണ്ട്. പെണ്ണിന് രാത്രിയിൽ മായന്നൂർ കാവിൽ താലപ്പൊലി അല്ലേ. അതിൽ ആ പാട്ടെടുത്ത് നോക്കൂ. ഒരു പാട്ടിൻ്റെ 12 വരികളിൽ 14 പ്രദേശമെങ്കിലും മാഷയിൽ ഒപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ മാഷ എഴുതി വെച്ച സംഗതികളാണ്. ഒരു തിരുവേഗപ്പുറയുള്ള ഭഗവാൻ ഒരു നാൾ ഗൗരി എന്നൊരുത്തിയെ കിനാവ് കണ്ടു. അപ്പോൾ തിരുവേഗപ്പുറ വരും. കന്നിരാവിൻ കളഭക്കിണ്ണം പൊന്നാനിപ്പുഴയിൽ വീണപ്പോൾ. പൊന്നാനിപ്പുഴയിലാണ് ആദ്യം കളഭക്കിണ്ണം മാഷ അതിട്ടത്. അതെടുത്തിട്ട് ചിലൊരാൾ വെണ്ണിലാ ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ കൊണ്ടുപോയിട്ടത്. ആദ്യം ഇട്ടത് ഭാസ്കരൻ മാഷാണ്. കന്നിരാവിൻ്റെ കളഭക്കിണ്ണം, അത് ഒരാളിട്ടത് എടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടിടാൻ എളുപ്പമാണ്. പക്ഷേ ആദ്യം ഈ കന്നിരാവിൻ്റെ കളഭക്കിണ്ണം പൊന്നാനിപ്പുഴയിൽ കൊണ്ടുവന്ന് ഇട്ടത് ഭാസ്കരൻ മാഷാണ്. ഇപ്പോൾ അവിടെ കോഴി വേസ്റ്റാണ് വീഴുന്നത് അല്ലേ. എങ്കിലും നമുക്ക് പൊന്നാനിപ്പുഴ കാണുമ്പോൾ, എന്നോട് ഗിരീഷ് പുത്തഞ്ചേരി എൻ്റെ നല്ല സുഹൃത്തായിരുന്നു, ഗിരീഷ് പറഞ്ഞു, എനിക്ക് ഭാസ്കരൻ മാഷും വയലാറും എഴുതിയ പോലെ നിളാതീരത്തെക്കുറിച്ച് പാട്ടെഴുതണം, അതിനെന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ വയലാറിൻ്റെ ഭാരതപ്പുഴയുടെ ഓളങ്ങളെ എന്നുള്ള പാട്ടുകളുണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട്. തമ്പിസാറിൻ്റെ നദീഹൃദയം, നീരവമാലകളാൽ പൂവിടും മാനം കണ്ട് നദീഹൃദയം പാടും എന്നൊക്കെ തമ്പിസാർ വരെ എഴുതി. അതുപോലെ പാട്ട് എഴുതണം എന്ന് പറഞ്ഞു. അയാളെ തൃത്താല ടിവിയിൽ മുറിയെടുത്ത് ഞാൻ താമസിപ്പിച്ചു. 2 ദിവസം താമസിച്ചു. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. എനിക്കൊരു പോസ്റ്റ് കാർഡിൽ അവിടെ ഇരുന്ന് ഉണ്ടായ കവിത അയച്ചു. 2 ദിവസം വാതിലൊക്കെ തുറന്നിട്ട് പുഴയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് 2 വരി എഴുതി. അത് ഭാരതപ്പുഴയിലെ ലോറികളെ എന്നാണ്. ഭാരതപ്പുഴയിലെ ലോറികളെ. ഭാരതപ്പുഴയിലേക്ക് നോക്കിയാൽ ലോറി മാത്രമേ കാണുള്ളൂ. ലോറി വരുന്നു പോകുന്നു, ലോറി വരുന്നു പോകുന്നു, ലോറി പോകുന്നു വരുന്നു, ഓളങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ പുതിയ കാലത്ത് ഭാരതപ്പുഴയിൽ വെണ്ണിലാ ചന്ദനക്കിണ്ണോ കന്നിരാവിൻ്റെ കളഭക്കിണ്ണോ ഒന്നും കൊണ്ടുവിടാൻ പറ്റില്ല എന്നത് പുതിയ ദുരന്തം. പക്ഷെ ഭാസ്കരൻ മാഷ് ഇതൊക്കെ നമുക്ക് സമ്മാനിച്ചു. ഇത്തരത്തിൽ ഒരു കേരളീയത ഉണ്ടാക്കി തന്നു. എല്ലാ പ്രദേശങ്ങളിലെയും അനുഭവങ്ങൾ, അനുഭൂതികൾ, എല്ലാ സമൂഹത്തിൻ്റെയും
ഒരുപക്ഷെ എല്ലാ സമൂഹത്തിനും പാടാവുന്ന ഒരു പ്രാർത്ഥനാഗീതം മലയാളത്തിലാകെ ഉണ്ടെങ്കിൽ അത് ഭാസ്കര മാഷ് എഴുതിയതാണ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കും. അതൊരു സർവ്വമത പ്രാർത്ഥനയാണ്. അതിലേതെങ്കിലും മതത്തിൻ്റെ ദൈവമുണ്ടോ? ഇല്ല. ഏത് മതക്കാർക്കും മതമില്ലാത്തവർക്കും പാടാവുന്നൊരു പ്രാർത്ഥന. ഞാനും വിചാരിച്ചു ഗവൺമെൻറ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, ആ പാട്ട് മതിയില്ലേ? ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ. അങ്ങനെ മലയാളികൾക്ക് പലതും മാഷ് തന്നു. മലയാളികൾക്ക് ആദ്യമായി ഗസൽ തന്നത് പി ഭാസ്കരനും ബാബുരാജും ചേർന്നാണ്. നമ്മൾ ഇന്നാണ് ഗസലൊക്കെ നമ്മൾ പരിചയപ്പെടാൻ തുടങ്ങിയിട്ട് 15 വർഷമായിട്ടുള്ളൂ. നമ്മൾ ബീഗം അക്തറിനെയും ബഡേ ഗുലാം അലിഖാനെയും ഹരിഹരനെയും മറ്റൊരുപാട് ആളുകളെ നമ്മൾ പങ്കജ് ഉദാസിനെയും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടൊരു 10-20 കൊല്ലമായിട്ടുള്ളൂ. അതിനു മുമ്പ് ആ കൾച്ചറുള്ള പാട്ടുകൾ മാഷും ബാബുരാജും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗസൽ നമുക്കറിയാവുന്നൊരു പാട്ടാണ് അത്. പൊന്തി വരും സങ്കൽപ്പത്തിൻ പൊന്നശോക മലർവനിയിൽ ചന്തമെഴും ചന്ദ്രികത്തൻ ചന്ദന മണിമന്ദിരത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നും എന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ പ്രാണസഖി? ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണുവൂതും ആട്ടിടയൻ പ്രാണസഖി ഞാൻ. പക്ഷേ ഞാൻ പാടിയാലത് ആ പാട്ടൊന്നും ആവില്ല. പക്ഷെ എങ്കിലും അതൊക്കെ നമ്മളെ കൊണ്ടും പാടിപ്പിക്കുന്നത് ഭാസ്കരൻ മാഷും MS ബാബുരാജും കൂടി ഉണ്ടാക്കിയെടുത്തൊരു അന്തരീക്ഷമാണ്. ഒരുപക്ഷെ ബാബുരാജും ഭാസ്കരൻ മാഷുമായിരുന്നു ഒരു കോമ്പിനേഷൻ, കെ രാഘവനും ഭാസ്കരൻ മാഷുമായിരുന്നു മറ്റൊരു കോമ്പിനേഷൻ. ആദ്യകാലത്തെ പല പാട്ടുകളും ഭാസ്കരനും കെ രാഘവനും ചേർന്നാണ്. ഒരുപക്ഷെ കേരളീയ നാടോടിപ്പാട്ടിൻ്റെ എല്ലാ അംശങ്ങളെയും ആദ്യം കൊണ്ടുവന്നത് അവരാണ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പം പി ലീല പാടിയ എത്രയോ പാട്ടുകളുണ്ട്. ലീല പാടിയ കല്യാണമോതിരം കൈമാറും നേരം കള്ളക്കണ്ണങ്ങോട്ട് നീട്ടിയില്ലേ, കള്ളിയെ പോലെ നീ നോക്കിയില്ലേ, ഉത്കണ്ഠ എന്തിനോ കൽക്കണ്ടമാണ് നിന്റെ കാട്ടുരാജ. അല്ലെ, മലയാളി പെണ്ണിൻ്റെ ശബ്ദം പി ലീലയുടെ ശബ്ദമായിരുന്നു. അത് ചിറ്റൂരുകാർക്ക് അവകാശപ്പെട്ടതാണ്. മലയാളി പെണ്ണിൻ്റെ യഥാർത്ഥ ശബ്ദം പി ലീലയുടെ ശബ്ദമായിരുന്നു. ഈ പാട്ട് ഒരുപക്ഷെ ഇതൊരു മുക്കുവപ്പാട്ടിൻ്റെ ഒരു ഈണമാണ്. ഈ താരാരാരാരാരാ, ഒരു പഴയ മുക്കുവത്താരാട്ടിൻ്റെ, മുക്കുവക്കൂടൽ കേട്ടിരുന്ന താരാട്ടിൻ്റെ ഒരു ഈണത്തിൽ നിന്നാണ് കീഴാളപ്പാട്ടുകൾ. ഇപ്പോൾ വേടനൊക്കെ ചെയ്യുന്നതിനേക്കാൾ സൂക്ഷ്മമായിട്ട് ഇത് പണ്ട് ഭാസ്കരൻ മാഷും രാഘവനോട് കൂടി ചെയ്തിട്ടുണ്ട്. ഞാൻ വേടനെ മോശമാക്കാൻ വേണ്ടി പറയല്ല. അന്ന് ഈ മുക്കുവപ്പാട്ടെന്ന് പറയുന്ന കീഴാളപ്പാട്ടിൻ്റെ ഒരു താരാട്ടുപാട്ടിൻ്റെ ഒരു അംശമാണിത്. താരാരിരാരാരാര എല്ലാവർക്കും പാഴ്മുള എന്നു തോന്നി പുല്ലാങ്കുഴൽ എന്നെനിക്കു തോന്നി. അവരില താരാരിരാരാര ആ ഒരു ഇണമുണ്ട്. അത് വീണ്ടും ഭാസ്കരൻ രാഘവ മാഷ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ തെക്കേ വീട്ടിലെന്ത് വർത്താനം കാക്കേ താരാരി. ഇത് ആ ഒരു ഈണമാണത്. ഒരു കീഴാളപ്പാട്ടിൻ്റെ ഒരു കഷണം ഒരു പാട്ടിൻ്റെ ആത്മാവിലേക്ക് സന്നിവേശിപ്പിക്കുക. ഇന്ന് കാണുന്നത് പോലെ കീഴാളപ്പാട്ടുകളെ പ്രകടമായിട്ട് പറയുകയല്ല, കീഴാളപ്പാട്ടുകളെ തള്ളിമാറ്റപ്പെട്ടവരെ, ചവിട്ടിത്താഴ്ത്തപ്പെട്ടവരെ, അവരുടെ സംഗീതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ മുഖ്യധാരാ സംസ്കാരത്തിൻ്റെ മുകൾ തട്ടിലേക്ക് കൊണ്ടുവരുന്ന ജനാധിപത്യ പ്രക്രിയയാണ് പി ഭാസ്കരൻ ചെയ്തത്. ഇത് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്ന് കാണുന്നത് പോലെ ഞാൻ കീഴാളനാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നല്ല. കീഴാളനും മേലാളനും ഇല്ല, മനുഷ്യനേ ഉള്ളൂ. അതുകൊണ്ട് മേലാളൻ്റെ പാട്ടിനെ കീഴ്പോട്ടിറക്കുന്നു, കീഴാളൻ്റെ പാട്ടിനെ മേൽപോട്ട് കയറ്റുന്നു. ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു മധ്യ മനുഷ്യ മാർഗം. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അക്കാഡമിഷ്യൻസ് പഠിക്കാത്തൊരു കാര്യമാണ്. ഈ കീഴാളനെ മേലേക്ക് കൊണ്ടുവരികയും മേലാളനെ കീഴേക്ക് കൊണ്ടുവരികയും ചെയ്ത്
ഒരു മധ്യമ മാർഗത്തിലെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, പുലയനായി, ചെറുമനായി, പറയനായി, പാണനായി വീണ്ടും മനുഷ്യനല്ലാതാവും. അതാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ട്. അവർക്കത് ഗുണം ചെയ്യും. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചൊരു കാലത്തിൻ്റെ പ്രതിനിധിയായിരുന്നു വി ഭാസ്കരൻ. ഞാനിത് പറഞ്ഞത് ഒരു പ്രകോപനം നേരത്തെ ഉണ്ടായതുകൊണ്ടാണ്. അല്ലാത്ത ഇവരാരും മോശപ്പെട്ട പാട്ടുകാരാണെന്ന് പുതിയ കാലത്ത് കുറേ പ്രതിഭാസങ്ങളുണ്ടാവും, അതൊന്നും മോശമാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇവർ ചെയ്തത് ചെറിയ കാര്യമല്ല. എത്രയോ കീഴാള സമൂഹങ്ങളുടെ പാട്ടുകളെയാണ് ഈ പറയുന്ന മാപ്പിളപ്പാട്ടുകളെ, കീഴാളപ്പാട്ടുകളുടെ എണ്ണമറ്റ പാട്ടുകളെ ഓരോ പാട്ടും കൊടുത്ത് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും എത്ര കീഴാളപ്പാട്ടുകളെയാണ് അവർ കൊണ്ടുവന്നത്. ദേവരാജനെ പോലുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ പി ഭാസ്കരനും രാഘവ മാഷും കൂടിയാണ് ആദ്യകാലത്തെ പാട്ടുകൾ പലതും ചെയ്തത്. എത്രയോ ചിഞ്ചക്കന്താരോ ജിഞ്ചക്കന്താരോ ജിഞ്ചക്കൻ ജിഞ്ചക്കൻ ജിഞ്ചക്കന്താരോ പുഞ്ചവയൽ കൊയ്തല്ലോ കൊഞ്ചടി കൊഞ്ചടി തത്തമ്മേ പുഞ്ചവയൽ കൊയ്തല്ലോ കൊഞ്ചടി കൊഞ്ചടി തത്തമ്മേ, നീലക്കുയിലിൻ്റെ പാട്ടാണ്. ആ പാട്ടിൽ വരുന്ന ഒരു കീഴാള സംസ്കാരം, പണിയെടുത്ത് പൊറുക്കുന്ന കർഷകരുടെ സംസ്കാരം പാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ കാലത്താണ്. അന്നൊന്നും ഇങ്ങനെയില്ല. അതേ മാഷ് തന്നെയാണ് പ്രമദവനത്തിൽ വെച്ചൻ ഹൃദയാധിനാഥനിന്ന് പ്രണയ കലഹത്തിനു വന്നു. ഇതൊരു കീഴാള സങ്കല്പമല്ല, അതൊരു ഉപരിവർഗ സങ്കല്പമാണ്. പ്രമദവനം, ഹൃദയാധിനാഥൻ, പ്രണയ കലഹം എന്നൊന്നും പറഞ്ഞാൽ ഈ താഴെത്തട്ടിലുള്ളവർക്ക് മനസ്സിലാവില്ല. പക്ഷെ അവരുടെ ഭാഷയിലും എഴുതി. അവരുടെ ഭാഷയിൽ എഴുതുമ്പോഴാണ് ഈ പറയുന്ന ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലേന്നായത്. മൂട്ടപ്പാട്ട് എന്ന് പറയുന്നൊരു മാപ്പിളപ്പാട്ടിൽ നിന്നാണ് കോട്ടിലിരിക്കണ മൂട്ടെ നീ ഇത് കേട്ടാട്ടെ കടിച്ചു തിന്നാൻ വന്നാൽ നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ. ഇതും സിനിമ പാട്ടാ. കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് അല്ലേ. വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കും തീയാണ്. മെഹബൂബ് പാടിയ പഴയ പാട്ടുകൾ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണിവിളക്കെ. ഇങ്ങനെ പാട്ടുപാടി തുടങ്ങിയാൽ ഞാനിന്ന് വൈകുന്നേരം വരെ ഇവിടെ നിന്ന് പറയേണ്ടി വരും. ഇതൊക്കെ ഒരു ആമുഖ ഭാഷണമായതുകൊണ്ട് ഞാൻ പരിമിതപ്പെടുത്തുകയാണ്. ഇതൊക്കെ കൂടി ചേർന്നതാണ്. മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല, മധുരക്കിനാവിൻ്റെ കരിമ്പിൻ കനകക്കിര. അതൊരു വല്ലാത്ത പാട്ടാണ്. മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല, കനകക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം. കണ്ണുനീർ തേവി തേവി കരളിതിൽ വിളയിച്ച കനകക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം. ബാബുക്കയാണ്. ബാബുക്കയുടെ അനശ്വരമായ സംഗീത സംവിധാനത്തിൽ എത്രയോ പാട്ടുകളാണ്. അക്കാലത്ത് വന്ന ഒരുപാട് പാട്ടുകൾ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിൽ ഉരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. എന്തൊരു മനോഹരമായ കൽപ്പനയാണ്. ചന്ദന വിരിപ്പിൽ ആ ഒരു വരികൾ മാത്രം എടുത്ത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ. ആദ്യകാലത്തെ ആ പാട്ടുകളിലൊക്കെ അനഘ സങ്കല്പ ഗായികേ മാമക മണി വിഭഞ്ചികാവാദിനി നിന്നുടെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മദലഹരിയിൽ എൻ്റെ കിനാവുകൾ മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖദ നർത്തനം ചെയ്യുന്നു ചുറ്റിലും. അതിലെ വരികളുടെയൊക്കെ ഒരു സൗന്ദര്യം നോക്കൂ. ഇതൊക്കെ എഴുതാൻ പറ്റുന്ന അതേ മാഷ് തന്നെയാണ് ഈ മൂട്ടപ്പാട്ടൊക്കെയും എഴുതുന്നത്. എത്രയോ പാട്ടുകൾ ഈ മാതിരി നാട്ടുവർത്തമാനം പാട്ടിലായ അരക്കാരൂപ മാറാൻ കുറുക്ക ഇബ്രാഹിം പോയി വരുമ്പോൾ പീടിക കണ്ടില്ല, തീർച്ച ഇല്ല ജനം നേർച്ച എന്നും മറ്റും ആന വരുന്നത് കണ്ടവരോടിയിട്ട് എന്തൊരു തൊന്തരവാണിത് കേള് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഭാസ്കരൻ മാഷ് എഴുതിയതാണ്. ഇതൊക്കെ ഭാസ്കരൻ മാഷ് എഴുതി എന്നുള്ളതാണ് ഒരു അത്ഭുതം. എ.ടി. ഉമ്മറിന് വേണ്ടി ലീല ചേച്ചിയെ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാട്ടുണ്ട്. അമ്പലക്കുളങ്ങര ഉണ്ട്. അത് വയലാറാണ്. അമ്പലക്കുളങ്ങര കുളിക്കുമ്പോൾ വയലാറാണ്. ഭാസ്കരൻ്റെ ഒരു പാട്ട് പിൽക്കാലത്ത് വന്ന ആഭിജാത്യത്തിൽ അതിപ്രശസ്തമായ ഒരു പാട്ട് ലജിച്ചിട്ട് കല്യാണക്കുരുവിക്ക് പുല്ലാനിപ്പുര കെട്ടാൻ പുല്ലും നെല്ലും വൈക്കോലും പഞ്ഞിയും പായലും കുമ്മായം ഇല്ലിയും ചുള്ളിയും മോന്തായം ആരിരാരോ രാരിരോ ആരിരാരോ രാരി. ഈ പാട്ട് പാടിയിട്ട് കുട്ടി ഉറങ്ങിയില്ലെങ്കിൽ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അതിനർത്ഥം. അത്രമേൽ കുട്ടിയുടെ മനഃശാസ്ത്രം അറിഞ്ഞുകൊണ്ട് എ.ടി. ഉമ്മർ ആസംഗ. എ.ടി. ഉമ്മർ തന്നെ അതിൽ ഒരേ രാഗത്തിൽ 2 പാട്ടുകൾ. ഇതൊക്കെ പറഞ്ഞാൽ പാട്ടിൻ്റെ ചരിത്രം വീണ്ടും പറയേണ്ടി വരും. ജാനകി പാടിയ മറ്റൊരു പാട്ടുണ്ട് അതിൽ. മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കുരലാരം കെട്ടി
ഒഴുകിടുമാറ്റിൻ്റെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു. മഴമുകിലൊളി വർണ്ണന ഒറ്റ മീറ്ററിനകത്ത് കൊള്ളിക്കലാണ് ഏറ്റവും മർജിത, ഏറ്റവും വൈദഗ്ധ്യം. ഭാസ്കരൻ മാഷ്ട പാട്ടുകൾ ഇങ്ങനെ ഒരുപാട് ഭാവനകളെ, ഒരുപാട് സങ്കല്പങ്ങളെ, മലയാളിയുടെ അനുഭവ ലോകത്തിൻ്റെ ഓമനക്കുട്ടൻ, ഗോവിന്ദനൻ്റെ താമരക്കണ്ണൻ എന്ത് വേണം എന്നൊരു പാട്ടുണ്ട്. അതൊക്കെ മാഷ എഴുതിയ പാട്ടുകൾ. ആ കാലത്ത് പല മോശം സിനിമകളിലൊക്കെ എഴുതിയ പാട്ടുകൾ ഗംഭീരങ്ങളായ പാട്ടുകൾ. ശീലാവതിക്ക് വേണ്ടി എഴുതിയ പൗരാണികമായൊരു അന്തരീക്ഷത്തിൽ വൽക്കലമൂരിയ വസന്തയാമിനി വാകമരച്ചോട്ടിൽ ഉറക്കമായി, അത് ശീലാവതിക്ക് വേണ്ടിയാണ്. വൃശ്ചികപ്പൂ നിലാവേ പിച്ചക്കപ്പൂ നിലാവേ മച്ചിൻ്റെ മേലിരും, അത് വൃശ്ചികം തുടങ്ങി അങ്ങനൊരു പാട്ടുണ്ട്. വൃശ്ചികരാത്രി വൃശ്ചികത്തിൽ തുടങ്ങുന്ന പാട്ടുകൾ നോക്കിയാൽ വൃശ്ചികം തുടങ്ങി ഇപ്പോൾ ആരും പാട്ട് എഴുതില്ല. അതൊക്കെ മലയാളിയുടെ ഈ ആളും നാളും പക്കവും ഒക്കെ എന്തൊക്കെ മലയാളിക്ക് ഭാവനയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ അതൊക്കെ ഭാസ്കരൻ മാഷ് എഴുതി തന്നിട്ടുണ്ട്. നമ്മളുടെ 4 ജന്മം പാട്ടിൽ ജീവിച്ചു തീർത്ത മഹാകവിയുടെ പേരാണ് പി ഭാസ്കരൻ. എനിക്ക് ഇനിയും ഒരുപാട് പറയണമെന്നുണ്ട്, പറഞ്ഞാൽ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ സേവനം ചെറുതല്ല. വിപ്ലവകാരിയായി തുടങ്ങി ഇന്ത്യൻ ആത്മീയതയുടെ പരമോന്നത മഹാസ്വരൂപമായ ജഗദ്ഗുരു ആദിശങ്കരനോടും വളർന്ന് ഏറ്റവും താഴെത്തട്ടിലുള്ള മപ്പിളപ്പാട്ടും പുലയപ്പാട്ടും ചെറുമപ്പാട്ടും എല്ലാ കീഴാളപ്പാട്ടുകളും ഏറ്റെടുത്ത് അത്യുന്നതമായ സാമഗാനത്തോളം വളർന്ന വിശ്വമഹാസംസ്കൃതിയിൽ നാണ്യപ്പെട്ട ഒരു വലിയ കവിയുടെ പേരാണ് പി ഭാസ്കരൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അദ്ദേഹം ചെറുകിട വ്യാപാരം ചെയ്ത ഒരാളായിരുന്നില്ല. അദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ള സ്കെയിൽ നമ്മുടെ കയ്യിലില്ലാതെ പോയി. ഇപ്പം നമ്മളൊരു കുഴപ്പം വെച്ചാൽ നമുക്ക് സ്കെയിലില്ലാത്തതുകൊണ്ട് നമ്മളോളം ചെറുതാണ് ബാക്കിയുള്ളവരൊക്കെ എന്ന് പറയുകയാണിപ്പോൾ ചെയ്യുന്നത്. നമുക്ക് അളക്കാൻ പറ്റാത്തതാണ് ആ കാവ്യ സംസ്കാരം. അത് ഒരു പാട്ടൊന്നുമല്ല, എനിക്ക് പാടാൻ ഇനിയും പറയാൻ ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷേ നിങ്ങളിവിടെ പാട്ട് പാടാൻ പോകുന്നുണ്ട്. ആ പാട്ടുകളിലൂടെ ഭാസ്കരൻ പുനർജനിക്കും. ഭാസ്കരൻ നമുക്ക് തന്നത് പണമല്ല, പൊന്നല്ല, കനകക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടമാണ്. ആ മധുരം ആയുസ് മുഴുവൻ കഴിച്ചാലും മതിയാവാത്തതാണ്. തീർച്ചയായും ഇങ്ങനൊരു വലിയ സംരംഭത്തിന് തുടക്കം കുറിച്ച ചിറ്റൂരിലെ സഹൃദയരെ അഭിനന്ദിച്ചുകൊണ്ട്, വിശേഷം ശിവകുമാറിനെയും ജയശീലിനെയും ശ്രീവത്സനെ എനിക്ക് നേരിട്ട് പരിചയമില്ല, ശ്രീവത്സനടക്കമുള്ള എല്ലാ സുഹൃത്തുക്കളെ അഭിനന്ദിച്ചുകൊണ്ട് ഇനി ഒരിക്കൽ വീണ്ടും ഭാസ്കരൻ മാഷെക്കുറിച്ച് വേണമെങ്കിൽ നമുക്കൊരു ഭാസ്കരൻ സപ്താഹമൊക്കെ വയ്ക്കാം. പി ഭാസ്കരൻ സപ്താഹം അല്ലേ, വയലാർ സപ്താഹം. മറ്റേ സപ്താഹം കൊണ്ടൊന്നും ആൾ നന്നാവുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ പി ഭാസ്കരൻ സപ്താഹമൊക്കെ വെച്ചാൽ ആൾ നന്നാവാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യൻ നന്നായ കാലത്തിൻ്റെ സങ്കല്പങ്ങളൊക്കെ ആ പാട്ടുകളിലുണ്ട്. അങ്ങനെ നമുക്കൊരു സപ്താഹം ചിറ്റൂരിൽ ശിവകുമാറെ ആലോചിച്ചോളൂ. അപ്പോൾ അക്കാലത്ത് 7 ദിവസവും ഭാസ്കരനെ കുറിച്ച് സംസാരിക്കാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാ അനുവാദത്തോടു കൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒറ്റ വാക്കേ പറയാനുള്ളൂ. സമയതീരത്തിൻ ബന്ധനമില്ലാതെ മരണസാഗരം പുൽകുന്ന നാൾ വരെ ഒരു മദാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുമെങ്കിലോ ഞാൻ നിത്യതൃപ്തനായി. അത്തരത്തിലൊരു തൃപ്തി ഞങ്ങൾ അനുഭവിച്ചു. ആ ഏറ്റവും അനക്കസങ്കല്പ ഗായിക എന്നുള്ള ഇതിൽ ഏറ്റവും ഒടുവിലത്തെ വരി ഇട്ടുപോയത്. എനിക്ക് ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. ഈ മാത്തമാറ്റിക്സിലും ഫിസിക്സിലൊക്കെ സ്പേസസ് നമ്മൾ 3 ഡയമെൻഷൻ എന്നൊക്കെ പറയും, ത്രിമാനം എന്ന് പറയും. ഈ ത്രിമാനത്തിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ചതുർമാനങ്ങളിലോ അല്ലെങ്കിൽ പഞ്ചമാനങ്ങളിലോ n ഡയമെൻഷൻ സ്പേസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷേ ഇദ്ദേഹം പി ഭാസ്കരനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പാട്ടിനെക്കുറിച്ച് പറഞ്ഞ പ്രതലങ്ങൾ n ഡയമെൻഷൻ പ്രതലങ്ങളാണെന്നുള്ളതാണ്. മലയാളിയുടെ വെയിലിനെ, തണുപ്പിനെ, മോഹങ്ങളെ, മോഹഭംഗങ്ങളെ, പ്രണയങ്ങളെ, അല്ലേ, മഴവില്ലിനെ, മാനത്തെ, മലയാളിയുടെ മാത്രമായ ആകാശങ്ങളെ നമുക്ക് ജ്വലിപ്പിച്ചു കാണിച്ചു തന്ന ഒരു കവിയുടെ, തന്നെ ഞാൻ പാട്ടുകാരൻ്റെ എന്ന് പറയില്ല, കവിയുടെ ഏറ്റവും ശ്രദ്ധേയമായ വരികളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത്രയും അധികം ട്രാൻസ്പെറൻ്റായിട്ട് നമ്മളിലേക്ക് സംക്രമണം നടത്തിയ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ. ഞാനിനി വാക്കുകൾ എനിക്കും ഈ പറഞ്ഞ പോലെ കൂടിപ്പോകും. കാരണം അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളുടെ ആ വിസ്മയത്തിൽ നിന്ന് ഞാൻ ഈ വേദി ഇവിടെ ഇരിക്കാൻ സാധിച്ചതിൽ അതീവ ധന്യനാണ്. കാരണം ഇത്രയും അധികം ഈ പി ഭാസ്കരൻ എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭയുടെ, കവിയുടെ
കാവ്യത്തെക്കുറിച്ച്, പാട്ടിനെക്കുറിച്ച് ഇത്രയും മനോഹരമായി ഇത്ര നേരം നമ്മളോട് പറഞ്ഞ് നമ്മളിലൊക്കെ മനസ്സിൽ നിത്യവസന്തം തീർത്ത ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണന് നന്ദി പറയുന്നു.